അതിനകത്ത് ചിലപ്പം പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും അത് ഫിക്സ് ചെയ്യാൻ നോക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ ഭയങ്കര പാടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്ത് ഗുണങ്ങളാണ് ഉള്ളത്? അല്ല, നമ്മൾ ബിസിനസ് ആയിട്ട് നമ്മൾ ഒരു ബിസിനസ് കൺസെപ്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. ഡെയിലി ക്ലാസ് ടൈം എടുക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. ഇവന്റെ ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കണമെങ്കിൽ ഞാനാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും അവരവരുടെ പണി മാത്രം ചെയ്യുക, കറക്റ്റായിട്ട് പോവുക. എല്ലാ കാര്യത്തിലും ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യുകയില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. പിന്നെ റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്കറിയാം, കുഞ്ഞായി എല്ലാം നമ്മൾ പുറത്തു പോയി കഷ്ടപ്പെടുന്നേക്കാൾ നല്ല എപ്പോഴും കൂടുതൽ ഒന്നിച്ച് നിൽക്കുക, യാത്ര ചെയ്യുക, അതൊക്കെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ ഒന്നിച്ച് നിൽക്കാൻ ശ്രമിച്ചു. കാരണം ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ഇന്നേ വരെ. എനിക്ക് കുറച്ച് നാൾ അടുത്ത് നിൽക്കാം. അങ്ങനെ നമ്മളാണ് ബിൽഡ് ചെയ്താണ് ഈ വിഷൻ ബോർഡ്. ഇപ്പം പറഞ്ഞല്ലോ, അതിനകത്ത് ചിലപ്പം പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും അത് ഫിക്സ് ചെയ്യാൻ നോക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ഈക്വൽ ഉത്തരവാദിത്തം ആണ്. ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ അയാൾ അക്സെപ്റ്റ് ചെയ്യാം, മറ്റേ ആൾക്ക് മറ്റേ കഴിവുണ്ടെങ്കിൽ ഒന്നിച്ചു പോവുക. അതേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി വളരാൻ പറ്റുമെന്നല്ലേ? അതെ, ഉറപ്പായിട്ടും വളരാൻ പറ്റും. ഇപ്പം എനിക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം, അത് വിമൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വിമലിന് കുറവുണ്ടായിരിക്കാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോഴാണല്ലോ അതിനകത്തൊരു വിജയം കാണുന്നത്.